ഒരു പുതിയൊരു ബാത്റൂം എടുക്കുകയാണ്. അപ്പം ടൈൽസ് ഇടുന്നതിന് മുമ്പ് ഈ സാധനം കൊണ്ട് വാട്ടർ പ്രൂഫ് ചെയ്താൽ നമുക്ക് ടെൻഷനില്ല. പിന്നെ ഇവിടെ ചോറൂല തന്നെ. സൺസൈഡ് ഇല്ലാത്ത വീടുകളായാലും ശരി, സൺസൈഡ് ഇല്ല വീടുകളായാലും ശരി, സൺസൈഡിൻ്റെ മുകൾ ഭാഗത്ത് സൺസൈഡ് കഴിഞ്ഞ ഏരിയയിലൊക്കെ ഇതുകൊണ്ട് വാട്ടർ പ്രൂഫ് ചെയ്യാന്നില്ല വളരെ മസ്റ്റായ സംഭവമാണ്. അപ്പോൾ നമ്മളൊരു ഓടിൻ്റെ റൂഫിൻ്റെ മുകളിൽ ഓട് വിരിക്കുകയാണ്. ആ ഓട് ഇടുന്നതിന് മുമ്പ് ഇതൊരു കോട്ട് ചെയ്ത് കൊടുത്താൽ ഓട് പൊട്ടിയാലും ശരി എന്തായാലും ശരി ആയിക്കോട്ടെ, പിന്നെ വെള്ളം വരില്ല. ഇതാണ് BRP പൗഡർ, ഇത് BRP പ്രൈമർ. ഇതാണ് BRP പ്രൈമർ. ഇതിങ്ങനെ ബ്ലാക്ക് കളറായിട്ടാണ് വരിക. ഇതാദ്യം കോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ മുകളിൽ വേണം അതുപയോഗിച്ച് വാട്ടർ പ്രൂഫ് ചെയ്യാൻ. ബിറ്റുമിന്, റബ്ബർ, പ്ലാസ്റ്റിക് ഈ 3 ഉൽപ്പന്നങ്ങളും നിശ്ചിത അനുപാതത്തിലെടുത്ത് ഉരുക്കി പൊടിച്ചുണ്ടാക്കുന്ന പ്രൊഡക്റ്റാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പ്രൈമറും ഇതും ഉപയോഗിച്ച് വാട്ടർ പ്രൂഫ് ചെയ്താൽ ജീവിതത്തിൽ ഒരു കാലത്തും അതിലൂടെ പിന്നെ ചോരൂല എന്നില്ല തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് വാട്ടർ പ്രൂഫ് ചെയ്യാമെന്നില്ലാണ് നമ്മൾ നോക്കാൻ പോണത്. ഇതാണ് ഇതിൻ്റെ പ്രൈമർ. അപ്പോൾ ഈ പ്രൈമർ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എവിടെയാണ് നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടത് അവിടെ ആദ്യം കോട്ട അടിച്ചു കൊടുക്കുക. ഇപ്പോൾ 2 കോട്ട അടിച്ചാലും കുഴപ്പമില്ല, ഒരു കോട്ടോ 2 കോട്ടൊക്കെ അടിക്കാം. നമുക്കൊരു ബിൽഡിംഗ് മൊത്തം ചെയ്യണമെങ്കിൽ ഇതുപോലെ ആ ബിൽഡിംഗ് മൊത്തം എവിടേക്കാണ് നമുക്ക് ചെയ്യാനുള്ളത് അവിടെയൊക്കെ ആദ്യം പ്രൈമർ കോട്ട് ചെയ്യുക. ഇതുപോലെ കോട്ട് ചെയ്യുക. കണ്ടോ, ഈ ബ്രഷ് കൊണ്ട് അടിച്ചു കൊടുക്കുക, റോളർ കൊണ്ടൊക്കെ അടിച്ചു കൊടുക്കുക, എങ്ങനെ അടിച്ചു കൊടുക്കുക. ഇതുപോലെ കോട്ട് ചെയ്യുക. കണ്ടില്ലേ? എന്നിട്ട് സ്റ്റൗവ്, എന്തെങ്കിലും സ്റ്റൗവ്, കറണ്ടിൻ്റെ സ്റ്റൗവോ എന്തോ ഒരു സ്റ്റൗവ് ഇത് തിളപ്പിക്കഴിഞ്ഞാൽ അടുപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ അടുത്തുനിന്ന് മാക്സിമം ഇതിൻ്റെ അടുത്തുനിന്ന് തന്നെ തീ മൂട്ടുക. ഇത് സ്റ്റൗവാണ്, ഇതിൻ്റെ ഗ്യാസ് സിലിണ്ടറുമാണ്. ഇത് നമ്മുടെ അടുത്ത് വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് മെസ്സേജിലൂടെ കിട്ടുന്നുണ്ടാവും. ഇത് ഫിറ്റ് ചെയ്തിട്ട് ഗ്യാസ് ഫിറ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാവുക അല്ലേ. ഇതിൻ്റെ അടിയിൽ വേറെ സ്റ്റാൻഡ് ഉണ്ട്, കണ്ടോ. ഇത് നിവർത്തി വെച്ചിട്ട് ഇതുപോലെ നമുക്ക് എവിടെയാണോ ഇത് ചെയ്യേണ്ടത് അതിൻ്റെ അടുത്ത് വെക്കുക. എന്നിട്ട് ഗ്യാസ് തുറന്ന് കത്തിക്കുക. കത്തി വെക്കുക. വളരെ സിമ്പിളാണ്, ഒരു പ്രയാസമില്ല, ആർക്കും ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ കുറച്ച് അതിൻ്റെ അകത്തേക്ക് ഇട്ട് ഇടുക. ഇപ്പോൾ കാണുമ്പോൾ ഇതേമാതിരി വെള്ള കളർ ഉണ്ടാകുക, പക്ഷേ അത് ഒരുക്കി കഴിഞ്ഞാൽ കറുത്ത കളറായിട്ട് മാറും. കണ്ടോ, ഉരുകണുണ്ട്, കണ്ടില്ലേ? അത് നന്നായിട്ട് ഉരുക്കിയിട്ടുണ്ട്, കണ്ടില്ലേ? നന്നായിട്ട് ഉരുക്കിയിട്ടുണ്ട്. ഇതേമാതിരി നന്നായിട്ട് ഉരുകണം. അത് തീ ഓഫാക്കുക, സ്റ്റവ് കൊടുന്ന് മാറ്റിയേക്കുക. എന്നാ ഇതുപോലെ ശ്രദ്ധിച്ച് കണ്ടോളൂ. ഇതുപോലെ ഒരല്പം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പുട്ടി ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ കൊണ്ടുവരിക, കണ്ടില്ലേ? വീണ്ടും നമുക്ക് ഒരല്പം കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് എവിടേക്കാണോ ചെയ്യേണ്ടത് അത് ഇതുപോലെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പരത്തി ഇങ്ങനെ കൊണ്ടുവരിക. ഇത് കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് ബിൽഡിംഗ് മൊത്തം ചെയ്യാം, വളരെ ഈസിയാണ്. കണ്ടില്ലേ? കണ്ടില്ലേ? ഉടനെ തന്നെ അത് ഉറച്ചു പോകും. ഇത് ഉപയോഗിച്ച് വാട്ടർ പ്രൂഫ് ചെയ്യാൻ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റും, വളരെ എളുപ്പമാണ്. ഒരു വാട്ടർ പ്രൂഫ് ചെയ്യാന്നില്ല ഇത്ര പണിയേ ഉള്ളൂ. പിന്നെ ഇതുപോലെ ബാക്കിയെല്ലാം ഉണ്ടാവും, അത് ആ പാത്രത്തിൽ നിന്നോട്ടെ. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉരുക്കിയെടുക്കാം. അടുപ്പിൽ വെച്ചാൽ വീണ്ടും അത് ഉരുകും.
ഇങ്ങനെ നമുക്ക് എവിടെയാണോ ചെയ്യാനുള്ളത് അവിടെ നിന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു കോട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. ആ ക്രാക്കിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകണ മാതിരി നന്നായിട്ടൊരു കോട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇതായി വിറ്റമിൻ പൗഡർ. ഇത് നമുക്ക് എവിടെയാണോ വേണ്ടത് അതിൽക്കൂടെ ഇങ്ങനെ വിതറി കൊടുക്കുക. ഇങ്ങനെ ഇത് ഈ ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. അപ്പോൾ അത് മൊത്തത്തിൽ മെൽട്ടായിട്ട് അവിടെ ഉരുക്കി പിടിക്കും. നമ്മൾ ആ ഗണ്ണ് എടുത്ത ഉടനെ തന്നെ ഇത് കണ്ടോ, ഇത് കഴിഞ്ഞു കണ്ടല്ലേ. ആ ഗണ്ണ് എടുത്ത ഉടനെ തന്നെ സെറ്റാവും. 5 മിനിറ്റ് മതി. ഇതാണ്ട് 5 മിനിറ്റോടെ നമ്മളെ ക്രാക്ക് അടച്ച് കഴിഞ്ഞ് ഇത്ര പണിയുള്ളൊരു ക്രാക്ക് അടക്കാൻ. ഇത് ഇനി ഇവിടെ ഈ വഴിയിലൂടെ ഇനി ചോരൂല. ചോർച്ച ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ഓരോ ബിൽഡിങ്ങും ഇതുകൊണ്ട് വാട്ടർ പ്രൂഫ് ചെയ്യാന്നുള്ളത് നിർബന്ധമാണ്. കാരണം ഇതുകൊണ്ട് വാട്ടർ പ്രൂഫ് ചെയ്താൽ ആ ഏരിയയിലൂടെ തന്നെ വെള്ളം ചോരൂല. BRP എന്നത് നമുക്ക് എവിടേക്ക് ഉപയോഗിക്കാമെന്നുള്ളത് ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പറ്റിയ സംഭവമല്ല. അത്രയും ഉപയോഗമുണ്ട് ആ സാധനം കൊണ്ട്. നമ്മളൊരു ബാത്റൂം ചെയ്യുന്ന സമയത്ത് ഒരു പുതിയൊരു ബാത്റൂം എടുക്കുകയാണ്. അപ്പം നമ്മൾ ടൈൽസ് ഇടുന്നതിന് മുമ്പ് ഈ സാധനം കൊണ്ട് വാട്ടർ പ്രൂഫ് ചെയ്താൽ നമുക്ക് ടെൻഷനില്ല. പിന്നെ അതിൽക്കൂടെ ചോരൂല. തന്നെ കണ്ടംപററി സ്റ്റൈൽ വീടുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ ചുമരടക്കി ഒരു സ്ഥലമില്ലാതെ ഇതുകൊണ്ട് വാട്ടർ പ്രൂഫ് ചെയ്യണം. സൺസൈഡ് ഇല്ലാത്ത വീടുകളായാലും ശരി, സൺസൈഡ് ഇല്ല വീടുകളായാലും ശരി, സൺസൈഡിൻ്റെ മുകൾ ഭാഗത്ത് സൺസൈഡ് കഴിഞ്ഞ ഏരിയയിലൊക്കെ ഇതുകൊണ്ട് വാട്ടർ പ്രൂഫ് ചെയ്യാന്നുള്ള വളരെ മസ്റ്റായ സംഭവമാണ്. അപ്പോൾ നമ്മളൊരു ഓടിൻ്റെ റൂഫിൻ്റെ മുകളിൽ ഓട് വിരിക്കുകയാണ്. ആ ഓട് ഇടുന്നതിന് മുമ്പ് ഇതൊരു കോട്ട് ചെയ്ത് കൊടുത്താൽ ഓട് പൊട്ടിയാലും ശരി എന്തായാലും ശരി ആയിക്കോട്ടെ, പിന്നെ വെള്ളം വരില്ല. ഈ വെള്ളം ചോർന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നഷ്ടത്ര അറിയില്ലേ, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ പോവുക പെയിൻ്റ് ഇളകിയിട്ടും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ആദ്യം തന്നെ ഇതുകൊണ്ട് ഒരു കോട്ട് വാട്ടർ പ്രൂഫ് ചെയ്താൽ എന്നാൽ അത്തരം പ്രശ്നങ്ങൾ അത്ര ടെൻഷനും ഉണ്ടാവില്ല. ഇത് കോട്ട് ചെയ്താൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റും, ടൈൽസ് ഒട്ടിക്കാൻ പറ്റും. എന്തൊക്കെ സാധാരണ നോർമൽ സിമെൻറ്റിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യണോ അതൊക്കെ ഇതിൻ്റെ മുകളിലും ചെയ്യാൻ പറ്റും. അപ്പോൾ സിമെൻറ്റ് ഇട്ടതിന് ശേഷം ഈ BRP പൗഡർ ഒരു കോട്ട് അതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുത്താൽ എന്നാൽ പിന്നെ നമുക്ക് ഒരു കാലത്തും പിന്നെ ചോറുന്നില്ല ടെൻഷൻ, അതിലൂടെ ചോറുന്നില്ല ടെൻഷൻ നമുക്ക് ആവശ്യമില്ല. ഗൾഫിലൊക്കെ പോയ ആൾക്കാർക്ക് അറിയാം. ഗൾഫിലൊക്കെ പോയ ആൾക്കാർക്ക് ഇത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അവിടെ ബിറ്റുമിൻ ഉപയോഗിച്ച് വാട്ടർ പ്രൂഫ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലാണ് ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ആൾക്കാർക്ക് അറിയാത്തത്. ഇന്ത്യയിലുള്ള കാലാവസ്ഥക്കനുസരിച്ച് അതിൽ റബ്ബറും പ്ലാസ്റ്റിക്കും കൂടി ചേർത്ത് ഞാനത് പുതിയൊരു ഉൽപ്പന്നമാക്കി ഇന്ത്യയിലേക്ക് ഞാൻ കൊണ്ടുവന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഇത് എല്ലാവരും വാങ്ങും, ഒരു സംശയവുമില്ല. എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണിത്. അതുകൊണ്ട് സംശയിച്ചുകൊണ്ടിരിക്കാതെ ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാവും, ഇത് വാങ്ങിയാൽ വല്ലതും നടക്കുമെന്നൊന്നും സംശയിച്ചുകൊണ്ടിരിക്കാതെ സാധനങ്ങൾ വാങ്ങി ഉപയോഗിച്ചോളി. പുതിയ വീടാണെങ്കിൽ മസ്റ്റായിട്ട് ഇത് ഉപയോഗിച്ചോളി. പുതിയ ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണ്ട, ഉപയോഗിച്ചോളി, ചെയ്തോളി, ചോർച്ച നിർത്തിക്കോളി, സമാധാനമായിട്ട് ഇരുന്നോളി. പിന്നെ പല ആൾക്കാർക്കും ഒരു സംശയമുണ്ട്, ഇതിനിപ്പോൾ പൈസ അയച്ചു കൊടുത്താൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുമോ, അല്ല കല്ലോ മണ്ണോ അങ്ങനെ എന്തെങ്കിലും അയച്ചു തരുമോ? അതിനൊന്നും മറുപടി പറയാൻ കഴിയൂല. ഇത് കല്ലും മണ്ണും അയച്ചു കൊടുക്കുന്ന സൈറ്റല്ല. കല്ലും മണ്ണ് അയച്ചു കൊടുക്കലല്ല എൻ്റെ തൊഴിൽ. നിങ്ങൾ തരുന്ന തത്തുല്യ സംഖ്യക്കില്ലേ വ്യക്തമായ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കാനാണ് ഞാൻ ഈ കമ്പനി തുടങ്ങിയിട്ടുള്ളത്. അല്ല നിങ്ങൾക്ക് കല്ലും മണ്ണ് അയച്ചൊന്ന് എനിക്ക് ബിസിനസ് പിന്നെ ചെയ്യണ്ടേ? 2 ദിവസം ബിസിനസ് ചെയ്താൽ മതിയോ? പോരല്ലോ. എനിക്ക് കാലാകാലം ബിസിനസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് തരണം. നിങ്ങൾ കുറച്ച് സാമ്പിൾ വാങ്ങി വീണ്ടും നിങ്ങൾ വാങ്ങും, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ആൾക്കാരോട് പറയും എനിക്ക് കല്ലും മുള്ളും നിങ്ങൾക്ക് അയച്ചെന്നുകൊണ്ട് എൻ്റെ ബിസിനസ് നടക്കുമോ? നടക്കൂല. അതുകൊണ്ട് അത്തരം ചിന്താഗതികളൊക്കെ മാറ്റി വെച്ച് ധൈര്യമായിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചോളി. ഒരു വീടുണ്ടോ, ഒരു ബിൽഡിംഗ് ഉണ്ടോ, എന്തോ ഒരു സ്ഥാപനം ഉണ്ടോ, അത് ചോരാതിരിക്കണമെങ്കിൽ, ജീവിതകാലം മുഴുവൻ ചോരാതിരിക്കണമെങ്കിൽ ഇതുകൊണ്ട് കോട്ട് ചെയ്യാന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള ആൾക്കാർ മേലെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക, അതല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക. വാട്സാപ്പിൽ 5 സെൻഡ് ചെയ്താൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഓക്കെ, ജയ് ഹിന്ദ്.